ടീസറോ ട്രെയിലറോ പുറത്തിറങ്ങുന്നതിന് മുമ്പേ ആരാധകരിൽ പ്രതീക്ഷ ഉയർത്തിയ ചിത്രമാണ് മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദർ. ഈ സിനിമ മമ്മൂട്ടിയുടെ ഒരു വമ്പൻ തിരിച്ചുവരവായിട്ടാണ് ആരാധകർ കണക്കാക്കുന്നത്. ധനാഢ്യനായ ഡേവിഡ് നയനാൻ എന്ന ബിൽഡറുടെ റോളിൽ സ്റ്റൈലിഷ് ഗെറ്റപ്പിൽ മമ്മൂട്ടി എത്തുന്ന ചിത്രം ഫാമിലി ആക്ഷൻ ത്രില്ലറാണ്. ആരാധകർക്കുള്ള പുതുവർഷ സമ്മാനമായി സിനിമയുടെ ആദ്യ ടീസർ അണിയറക്കാർ പുറത്തുവിടുമെന്നാണ് സൂചന. നവാഗതനായ ഹനീഫ് അദേനിയാണ് രചനയും സംവിധാനവും. ഓഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ പൃഥ്വിരാജ്, ആര്യ, ഷാജി നടേശൻ, സന്തോഷ് ശിവൻ എന്നിവരാണ് നിർമ്മാണം. പോലീസ് ഓഫീസറായി ആര്യയും മറ്റു പ്രധാന റോളിൽ തമിഴ് താരം ശ്യാമും ചിത്രത്തിലുണ്ട്. സ്നേഹയാണ് നായിക. മിയ, ബേബി അനിഖ, മണികണ്ഠൻ എന്നിവരും ചിത്രത്തിലുണ്ട്. തൃശൂർ, കൊച്ചി, വാഗമൺ എന്നിവിടങ്ങളിലായി ചിത്രീകരിച്ച സിനിമയുടെ ഫസ്റ്റ് ലുക്കിൽ തോക്കേന്തി പുറം തിരിഞ്ഞു നിൽക്കുന്ന മമ്മൂട്ടിയുടെ ഗെറ്റപ്പാണ് പുറത്തു വന്നിരുന്നത്. ഈ സമയം മുതൽ ബിഗ് ബിയുമായി ഈ ചിത്രത്തെ ആരാധകർ താരതമ്യം ചെയ്ത് തുടങ്ങിയിരുന്നു. മമ്മൂട്ടിയുടെ കിടിലൻ ആക്ഷൻ സീക്വൻസുകളും ചിത്രത്തിലുണ്ടാകുമെന്നറിയുന്നു. നേരത്തെ ഡിസംബറിൽ ക്രിസ്മസ് റിലീസായി ദ ഗ്രേറ്റ് ഫാദർ എത്തിക്കാനായിരുന്നു തീരുമാനം. പോസ്റ്റ് പ്രൊഡക്ഷൻ പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് റിലീസ് ജനുവരിയിലേക്ക് മാറ്റി. സിനിമാ സമരം ജനുവരി ആദ്യവാരം അവസാനിച്ചാൽ മോഹൻലാൽ ചിത്രമായ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ തിയേറ്ററുകളിലെത്തും. ഇങ്ങനെ വന്നാൽ ഈ ചിത്രത്തോട് തിയേറ്ററുകളിൽ മത്സരിക്കാൻ ദ ഗ്രേറ്റ് ഫാദറും ഉണ്ടാകും. ഗ്രേറ്റ് ഫാദർ ഒരു ആക്ഷൻ സിനിമയാണെങ്കിൽ മുന്തിരിവള്ളികൾ കംപ്ലീറ്റ്ലി ഒരു ഫാമിലി മൂവിയാണ്. ആരേക്കാൾ കൂടുതൽ കളക്ഷൻ നേടുമെന്ന് അടുത്ത മാസം അറിയാം. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. എല്ലാവർക്കും നന്ദി.